എന്റെ കയ്യിൽ മാങ്ങ കണ്ടതേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ? മാങ്ങ വെച്ചിട്ടുള്ള എന്തോ ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോ നല്ല മാങ്ങ വെച്ച്, നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ട് ഒരു കിടുക്കാച്ചി ഐറ്റം കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പഴയകാല ഒരു വിഭവമാണ്. പണ്ട് നമ്മളെല്ലാം വീട്ടില് ഇഷ്ടം മാതിരി മാങ്ങയുണ്ട്. ആ മാങ്ങയുള്ള സമയത്ത് എൻ്റെ അച്ഛൻ എന്ത് പറയുമെന്ന് വെച്ചാല്, ഇങ്ങനെ ഒന്ന് മാങ്ങ ഒന്ന് പെരക്കാട്ടെ, ഒന്ന് മാങ്ങ പെരക്കാക്കിയാട്ടെ, അങ്ങനെയെല്ലാം പറയും. പച്ചമാങ്ങ കൊണ്ടും നമ്മൾ മാങ്ങ പെരക്കാക്കും, പഴുത്ത മാങ്ങ കൊണ്ടും നമ്മൾ മാങ്ങ പെരക്കാക്കും. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴുത്ത മാങ്ങ വെച്ചിട്ട് ഒരു മാങ്ങ പെരക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ മാങ്ങയുടെ തോല് നമുക്കൊന്ന് ചെത്തിക്കളഞ്ഞ് മാങ്ങയൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിന് കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള, നമുക്ക് ചോറിനെല്ലാം കൂട്ടാൻ പറ്റുന്ന ഒരു ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമുക്ക് മാങ്ങ വേണം. ഞാനിപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ അത്രയല്ലേ മെമ്പേഴ്സ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മാങ്ങ മതി. പിന്നെ നമുക്ക് ഈ മാങ്ങ പരിക്കിലേക്ക് കുറച്ച് ഉപ്പ് വേണം, മുളക് പൊടി വേണം. മുളക് പൊടി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പൊടിച്ചെടുത്ത മുളക് പൊടിനെ ഒന്ന് ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത മുളക് പൊടിയാണ് കേട്ടോ. അങ്ങനെ എടുത്ത മുളക് പൊടി. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ആവശ്യമുണ്ട്. അപ്പോൾ കടുകിനെ ഒന്ന് ചതച്ച്, പണ്ടെല്ലാം അമ്മിയമ്മിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കലാണ്. ഞാൻ ഇവിടെ ഒരു ഇടികല്ലിലിട്ടിട്ട് ചതച്ചെടുത്ത കടുകാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് മാങ്ങ ഒന്ന് തോല് കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാനിവിടെ മാങ്ങ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിതാ മാങ്ങ ഇതാ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് മാങ്ങയുടെ സൈസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ് ഇത്. അപ്പോൾ മാങ്ങ സീസൺ ആയാലും അച്ഛൻ പറയും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ്. നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മാങ്ങയുടെ സൈസെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. എന്താ ഞാൻ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ മാങ്ങ മുഴുവനായിട്ട്, ആ ഒരു മാങ്ങ മുഴുവനായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഏറ്റവും സിമ്പിൾ ആണ്, അധികം ഇതാക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും. എന്നാലും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി കാണിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി റോസ്റ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് നിങ്ങൾ എത്രയും മാങ്ങ എടുക്കുന്ന വെച്ചാൽ ആ മാങ്ങക്ക് കണക്കായിട്ടോ കുറച്ച് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കടുക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് മുളക് പൊടി ഇനി വേണമെന്ന് തോന്നുകയാണെങ്കിൽ മുളക് പൊടിയും കടുകെല്ലാം വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മണം. ആ മുളക് പൊടിയും ഉപ്പും ആ മാങ്ങയിലെല്ലാം ഇങ്ങനെ പുരണ്ടു വരുമ്പോണ്ടല്ലോ ഒരു നല്ല മണം വരും കേട്ടോ. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഇനി ഉപ്പോ മുളകോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. നല്ല എരിവുണ്ട് കേട്ടോ. എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ട്. അപ്പൊ നമ്മളെ മാങ്ങ പെരക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ചോറിന്റെ കൂടെ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. കണ്ടോ, സിമ്പിൾ അല്ലേ? ഒന്നുമില്ല. ഒരു മാങ്ങ എടുക്കുക, കട്ട് ചെയ്യുക, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. ഈസിയാണ്, നല്ല ടേസ്റ്റാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാങ്ങ പെരക്ക് ഉണ്ടാക്കാത്തവര് ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണേ. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.